എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമുക്കിന്ന് ചുണ്ട് തോരൻ ഉണ്ടാക്കാം. ചില നാട്ടിൽ ചുണ്ടെന്ന് വാഴച്ചുണ്ടെന്ന് പറയും, ചില നാട്ടിൽ കൂമ്പ് എന്നൊക്കെ പറയും. നമുക്കിന്ന് കൂമ്പ് തോരൻ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ വാഴച്ചുണ്ടെല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പം ഞാനൊരു 5-10 മിനിറ്റ് ഇത് അരിഞ്ഞ് വെച്ചിട്ട് ഇതിൻ്റെ അകത്തിട്ട് ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ ഇളക്കി വെച്ചേക്കണ്ടിന്ന് ഈ കറയൊക്കെ പോകാൻ നൂലൊക്കെ ഇങ്ങനെ നൂല് കാണുവേ, അതൊക്കെ പോന്നിട്ട് ഇളക്കി എല്ലാം 10 മിനിറ്റായി ഞാൻ അരിഞ്ഞൊക്കെ വെച്ചിട്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ, അതിന് വേണ്ട സാധനങ്ങളാണ് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി. ഇതെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ചതച്ചെടുത്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഈ അരപ്പ് നമ്മൾ നല്ല രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മണ്ടിലോട്ട് ഈ ലേശം ഉപ്പുപൊടി ഇട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആകണം. നല്ല രീതിയിൽ മിക്സ് ആയി കഴിയുമ്പോഴത്തേക്കും എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. കടുകിടാം. കടുക് നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉഴുന്നിടാം. ഉഴുന്നിടുമ്പം പ്രത്യേക നല്ല രസമാണ്. ഉഴുന്നിട്ടു. പിന്നെ നമുക്ക് കരിവേപ്പില ഇടാം. കരിവേപ്പില ഇട്ട് നല്ല രീതിയിൽ പിന്നെ നമുക്ക് വറ്റൽമുളക് ഇടാം. 2 വറ്റൽമുളകാണ് ഞാൻ, കാരണം അതിൻ്റെ ഇച്ചിരി ഇതുണ്ടല്ലോ, അമ്മമുളക് ഇട്ടായിരുന്നല്ലോ. നല്ല രീതിയിൽ ഇത് മൂത്തിട്ടുണ്ട്. മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന കൂമ്പ് തോരൻ പയ്യെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം എല്ലാ സൈഡും. ഇത് ഒത്തിരി നേരം ഒന്നും വേവിക്കണ്ട. വേകുമ്പോൾ നമ്മൾ ആദ്യം തട്ടിപ്പൊത്തി വെക്കുക. നല്ല രീതിയിൽ ഇളക്കിയിട്ട് അപ്പോൾ ഇത് നമ്മൾ തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ച് ഈ 5 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും തുറന്ന് നോക്കാം. നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചുണ്ടുതോരൻ റെഡി ആയിരിക്കുന്നു. നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിലുണ്ടാക്കി നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.